പുന്നമടക്കായലിൽ ആവേശം വിതരാൻ നെഹ്റു ട്രോഫി ജനമേളയ്ക്ക് ഇനി 2 നാൾ മാത്രം. വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് പുന്നമടക്കായലിൽ. അവസാനവട്ട ഒരുക്കത്തിലാണ് കളിവള്ളങ്ങളും ബോട്ട് ക്ലബ്ബുകളും. 1 മാസം നീണ്ടുനിന്ന പരിശീലനത്തോടെയാണ് പ്രമുഖ ടീമുകൾ പുന്നമടയിലെ അങ്കത്തട്ടിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, എന്തായി ഒരുക്കം? നെഹ്റു ട്രോഫിക്കുള്ള പടയൊരുക്കത്തിലാണ് അല്ലെങ്കിൽ പങ്കായം ഒരുക്കത്തിലാണ് ടീമുകൾ എന്ന് പറയാം? സുധീഷ്, നമസ്തേ. പ്രദീപുള്ള ഓരോ ടീമുകളും കടുത്ത പരിശീലനത്തോടു കൂടിയാണ് ഇപ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക എന്ന ലക്ഷ്യത്തോടെ പുന്നമടയിലേക്ക് എത്തുന്നത്. അതിൽ മിക്ക പ്രധാന ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ പരിശീലനം, ചുണ്ടൻ വള്ളത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കി ആ വള്ളം ഒരുക്കുന്നതിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. ഈ ഓരോ ചുണ്ടൻ വള്ളവും ഇത്രയും ദിവസത്തെ പരിശീലനത്തിന് ശേഷം അത് ഉണക്കി അതിൽ ഏറ്റവും വേഗത്തിൽ അത് ജലനിരത്തിലൂടെ പാളുന്നതിന് വേണ്ടി അതിൻ്റെ പോളിഷ് അടക്കം ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ പുന്നമടയിലേക്ക് എത്തിക്കുന്നത്. അതിന് 2-3 ദിവസത്തെ തയ്യാറെടുപ്പുകൾ വേണം. ആ രീതിയിൽ വള്ളം ഒരുക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ പരമാവധി കൈക്കരുത്ത്, അതിനു വേണ്ടിയുള്ള വളരെ കഠിനമായ പരിശീലനത്തോടെയാണ് ഓരോ കായിക താരങ്ങളും എത്തുന്നത്. നമുക്കറിയാം, ഇത്രയേറെ പേർ ഒരു ദിവസം മത്സരിക്കുന്ന മറ്റൊരു ജലമാമാങ്കത്തിൽ ഈ പുന്നമടയിൽ ഉണ്ടാകുന്ന ആ ഒരു ആവേശം, അതുപോലൊരു കായിക മേള മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് ഈ ടീമുകളെല്ലാം തന്നെ ഗൗരവമായി തന്നെ അതിനെ കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങളാണ് പുന്നമടയിൽ ഇത്തവണ മത്സരത്തിനെത്തുന്നത്. ഇതിനുവേണ്ടിയുള്ള കടുത്ത പരിശീലനമാണ് ഓരോ ടീമും 1 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തോടെയാണ് എത്തുന്നത്. ഈ പരിശീലനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, ഏത് രീതിയിലാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പുന്നമട ബോട്ട് ക്ലബിനൊപ്പമാണ് ഉള്ളത്. നടുഭാഗം ചുണ്ടനിലാണ് ഇവർ തുഴയുന്നത്. 2019 നെഹ്റു ട്രോഫി നേടുകയും CBL-ൽ 12 കളികളിൽ 11-ലും വിജയിക്കുകയും ചെയ്ത ചുണ്ടൻ വള്ളമാണ് നടുഭാഗം. ആ നടുഭാഗം ചുണ്ടനിലെ ഉള്ള ടീമാണ് പുന്നമട ബോട്ട് ക്ലബ്. പുന്നമട ബോട്ട് ക്ലബിന്റെ പ്രധാന പരിശീലകനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ എങ്ങനെയാണ് ഈ പരിശീലനം മുന്നോട്ട് പോകുന്നത്? എത്ര ദിവസം നീണ്ടുന്ന ഒരു പരിശീലനം? ഞങ്ങൾ നല്ല രീതിയിൽ പരിശീലനം പോകുന്നു. ഫിനിഷിംഗ് ടച്ചിലോട്ട് പോവാണ്. കാരണം ഞങ്ങൾ 1 മാസമായി ഇപ്പം വർക്കൗട്ട് തുടങ്ങിയിട്ട്. അതായത് ഇപ്പം 1 മാസം കറക്റ്റ് 1 മാസമായി. അപ്പം ഞങ്ങൾ 30-ാം തീയതി എല്ലാം കൊണ്ടും ഏത് രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ റെഡി ആയിട്ടാണ്. അപ്പം ഉറപ്പായിട്ട് നമ്മൾ കപ്പെടുത്തിരിക്കും, നെഹ്റു ട്രോഫി മുത്തമിട്ടിരിക്കും. ചുണ്ടൻ വള്ളത്തിലെ പരിശീലനം പൂർത്തിയാക്കി ഇപ്പം ചെറുവള്ളത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് എത്ര സമയം കൊണ്ട് അത് ഒരു ഫിനിഷിംഗ് പോയിന്റ് കടക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് നിലനിൽ? ചുണ്ടൻ വള്ളത്തിൻ്റെ പരിശീലനം നമ്മളിപ്പം നമ്മുടെ പൊല്യൂഷനും കാര്യമായിട്ട് വള്ളം കരക്കയറ്റി നമ്മൾ ചെറിയ വെള്ളത്തെ പ്രാക്ടീസിന് മാത്രമായിട്ട് ചെറിയ വെള്ളം ഉപയോഗിക്കുകയാണ്. എന്നാലും നമ്മളൊരു 4-10-15 ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്. ഇട്ടുകൊണ്ട് തന്നെ കപ്പ് നേടാമെന്നുള്ള റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെ നടന്നുകൊണ്ടാണ്. ടീം അംഗങ്ങൾ എവിടുന്നൊക്കെ ഉള്ളതാണ്? കേരളത്തിന് പുറത്തു നിന്നുള്ളവരും? കേരളത്തിന് പുറത്തുള്ളവർ ഭോപ്പാലിൽ നിന്നുള്ളവരുണ്ട്, ഹൈദരാബാദിൽ നിന്നുള്ളവരുണ്ട്, UP നിന്നുള്ളവരുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ. പ്രൊഫഷണൽ നമുക്ക് എങ്ങനെ വന്നാലും 20-25 പേരും പ്രൊഫഷണൽ ഉണ്ടായിരിക്കുന്നു. ട്രയൽ എന്ന് പൂർത്തിയാവും. ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ട്രയൽ പൂർത്തിയാവുന്നതായിരിക്കും. എന്താണ് പിന്നീടുള്ള ഒരു പരിശീലന രീതി? റെസ്റ്റ് ആയിരിക്കും. മറ്റന്നാൾ നമ്മൾ മത്സരത്തിന് വേണ്ടി ഫുൾ തയ്യാറെടുപ്പായിരിക്കും. മാനസിക തയ്യാറെടുപ്പുകളാവും. മാനസികമായി ശാരീരികമായി എല്ലാം തയ്യാറെടുപ്പ്. നാളെ 1 ദിവസം കൊണ്ടെടുത്ത് മറ്റന്നാൾ അടുത്ത ദിവസം നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്നു. ഉറപ്പായിട്ടും നമ്മൾ നെഹ്റു ട്രോഫി മൊത്തമിട്ടിരിക്കും. നടുഭാഗം ചുണ്ടന്റെ അതെത്രത്തോളം നമുക്ക് നമ്മുടെ ഈ കായിക കരുത്തിന് ഒപ്പം നിൽക്കുന്നത് ചുണ്ടൻ വള്ളം? നടുഭാഗം ചുണ്ടൻ എന്ന് പറഞ്ഞാൽ നല്ല വള്ളമാണ്. കാരണം നമ്മളെ പ്ലേയേഴ്സിന്റെ പവറിനനുസരിച്ച് വള്ളത്തിന് നല്ല മൂവ്മെന്റ് ആണ്. വള്ളം നമ്മൾ കൂടെ കളിക്കും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് വള്ളവും ഈ താരങ്ങളും ഒരുപോലെ അനുകൂലമായി വരും. അങ്ങനെ പുന്നമടയിൽ കപ്പെടുക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പുന്നമട ബോട്ട് ക്ലബ് ഉള്ളത്. പുന്നമടയിലേക്ക് മത്സരിക്കാൻ പുന്നമടയിൽ നിന്ന് തന്നെ ഉള്ള ടീം എന്ന പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം തന്നെ നടുഭാഗം ഏറ്റവും മികച്ച ഒരു ചുണ്ടൻ വള്ളമാണ് നടുഭാഗം. ആ നടുഭാഗം ചുണ്ടനിൽ ഇവരെത്തുമ്പോൾ അവരുടെ പ്രതീക്ഷയും വർദ്ധിക്കുകയാണ്. ചിട്ടയായ പരിശീലനമാണ് നടന്നു വന്നിരുന്നത്. ആ രീതിയിൽ എല്ലാം തന്നെ ഈ ടീമിന് വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നു. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 30 ദിവസത്തിലധികം നീണ്ടുനിന്ന പരിശീലനം, അത് രാവിലെയും വൈകിട്ടും ട്രയൽ നടത്തി മറ്റ് കായിക പരിശീലനം അടക്കം നേടിക്കൊണ്ടാണ് എത്തുന്നത്. ആ രീതിയിൽ വലിയ ഒരു തയ്യാറെടുപ്പോടെ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫലം
ലഭിക്കും എന്നത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 21 ചുണ്ടൻ വള്ളങ്ങളിൽ ഏതാണ്ട് 16 ചുണ്ടനിലധികവും വളരെ ശക്തമായ പരിശീലനം നടത്തിക്കൊണ്ടാണ് വരുന്നത്. ഈ ഒരു മാസത്തോളം നീണ്ട പരിശീലനമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെ നടക്കും എന്നതാണ്. നമുക്ക് ആരൊക്കെയാവും ഫൈനലിലെത്തുക, ആദ്യ 4ലേക്ക് എത്തുന്നത്, ഇതിൽ ഏത് ചുണ്ടൻ വള്ളങ്ങളാകും എന്നത് അറിയാൻ വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷയാണ് ഓരോ ജലോത്സവ പ്രേമികൾക്കുമുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് ചെറുവള്ളങ്ങളുടേതും അത് വലിയ ശ്രദ്ധ കിട്ടുന്നില്ല, മറ്റ് സാമ്പത്തിക ലാഭമൊന്നുമില്ല എങ്കിൽ പോലും അവർക്കും ഈ ജലോത്സവത്തോടുള്ള പുന്നമടയിൽ തുഴയെറിയണമെന്നുള്ള വലിയ ആ ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് വലിയ രീതിയിലുള്ള പരിശീലനത്തോടെ എത്തുന്നത്. വെപ്പ്, ചുരുളൻ, തെക്കനോടി, അങ്ങനെ വിവിധ ഇനം വള്ളങ്ങളാണ് പുന്നമടയിൽ മത്സരിക്കുന്നത്. ആ വള്ളങ്ങളെല്ലാം തന്നെ ദിവസങ്ങൾ നീണ്ട പരിശീലനത്തോടെ തന്നെയാണ് എത്തുന്നതും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തുഴച്ചിൽക്കാർക്ക് പുറമെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള താരങ്ങൾ അടക്കമാണ് ഇവിടെ മത്സരത്തിനെത്തുന്നത്. സ്ത്രീകളുടെ മത്സരവും തെക്കനോടി വള്ളങ്ങളിൽ ഉണ്ടാവും. ആ രീതിയിൽ വലിയ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നമ്മളോട് ക്യാപ്റ്റനൂടെ ചേരുകയാണ്. ചേട്ടാ, എത്രത്തോളം പ്രതീക്ഷയാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി മത്സരത്തിലുള്ളത്? എല്ലാം നല്ല രീതിയിൽ പോകുന്നു. പ്രാക്ടീസ് ആണെങ്കിലും ഞങ്ങൾ 35 ദിവസം പ്രാക്ടീസ് ആയിരുന്നു. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2025 നെഹ്റു ട്രോഫി നടുഭാഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കപ്പ് ഇവിടെ ഈ പ്രാവശ്യം എത്തിയിരിക്കും. 2019 വലിയ മത്സരം കാഴ്ചവെച്ചതാണ് നടുഭാഗം ചുണ്ടൻ. അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വള്ളത്തിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എല്ലാ വള്ളങ്ങളും നല്ല രീതിയിൽ കളിക്കുന്നത്. ആരെയും നമ്മൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഈവൻ വള്ളാത്തുരുത്തി, നിരണം, UBC, KTBC എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പം മത്സരങ്ങൾ എന്തായാലും കടുത്തതായിരിക്കും, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ആ ദിവസത്തെ ദൈവഭാഗ്യവും നമ്മൾ 4-ലെത്തുക എന്ന് തന്നെ ഉള്ളത് ഒരു വെല്ലുവിളിയാണ് സത്യത്തിൽ. 4-ലെത്തുക എന്നല്ല, ഫൈനലിലെത്തി നമുക്ക് കപ്പ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ 4 എന്തായാലും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ നിൽക്കുന്നത്. പിന്നെ ടൈമിംഗ് ആണ് എല്ലാം. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഒരു പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അടുത്ത 3 ദിവസം ശക്തമായ മഴയുണ്ടാവുമെന്ന് പറയുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളും മറികടന്ന് ഇപ്രാവശ്യത്തെ കപ്പ് എടുക്കാമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പ്രാവശ്യം എന്തായാലും പരിഷ്കാരങ്ങൾ, ചട്ടങ്ങളൊക്കെ പരിഷ്കരിച്ചാണ് നെഹ്റു ട്രോഫി സംഘടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. മൈക്രോ സെക്കൻഡിലേക്ക് നിജപ്പെടുത്തിയിരിക്കുകയാണ്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു കട്ടക്കട്ടയ്ക്കുള്ള മത്സരമാണെങ്കിൽ ട്രോഫി പങ്കിടുക എന്നൊരു രീതിയിലേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു നല്ല തീരുമാനമായി തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഓരോ വർഷങ്ങളിലും കളികൾ വളരെയധികം വാശിയേറിയതായിക്കൊണ്ട്, അപ്പം ഡിസിഷൻസും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പം എന്നാലും ഈ പ്രാവശ്യ തീരുമാനങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്നത്. ചുണ്ടൻ അതിൻ്റെ ഒരുക്കങ്ങൾക്കായി കയറ്റിയിരിക്കുകയാണ്. അത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നുണ്ട്. എന്തൊക്കെയാണ് നടത്തുന്നത്? തീർച്ചയായിട്ടും നമ്മളിപ്പം ഇന്നലെയാണ് വള്ളം കയറ്റിയത്. അപ്പോൾ ഒരു 3 ദിവസത്തെ ആണ് അതിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ വെള്ളം പറ്റിക്കുക, ബാക്കി സ്ലീക്ക് അടിക്കുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തടി കളറിലാണോ കറുപ്പ് കളറിലാണോ വെള്ളം ഇറങ്ങുന്നത്? തടി കളറിൽ തന്നെയാണ്. എങ്ങനെയാണ് വെള്ളം ഇറങ്ങി ആ കളറിൽ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഇറങ്ങുന്നത്. 30-ാം തീയതി രാവിലെ കളിയുടെ ദിവസമായിരിക്കും നീരണിയുന്ന വെള്ളം. അതുതന്നെയാണ്. വള്ളത്തിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. അത് നാളെ വൈകിട്ടോടൊക്കെ പൂർത്തീകരിക്കത്തുള്ളൂ. അതിനുശേഷം 30-ാം തീയതി രാവിലെ ശനിയാഴ്ച നെഹ്റു ട്രോഫി മത്സരത്തിനായി ചുണ്ടൻ വള്ളം പുന്നമടയിലേക്ക് എത്തിക്കും. നടുഭാഗം ചുണ്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. 30 ദിവസത്തിലധികം നീണ്ട കഠിന പരിശീലനത്തോടെ അവർ പുന്നമടയിലേക്ക് എത്തുമ്പോൾ വെള്ളിക്കപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത്തരത്തിൽ അതേ വാശിയോടെയാണ് മറ്റ് വിവിധ ടീമുകളും പുന്നമടയിലേക്ക് എത്തുന്നത്. അതുതന്നെയാണ് ഈ നെഹ്റു ട്രോഫി ജലമേള ഇത്ര കണ്ട് ജനപ്രിയമാകുന്നതും. വലിയ വാശിയോടുള്ള മത്സരങ്ങൾ. അത്തരത്തിൽ 21 ടീമുകൾ. 21 ടീം എന്ന് പറയുമ്പോൾ ഒരു വള്ളത്തിൽ 85-നും 95-നും ഇടയിലുള്ള തുഴച്ചിൽക്കാർ, 5 പങ്കായക്കാർ, അതിനു പുറമെ താളക്കാർ, ഇത്രയും പേരുടെ 100-ലധികം പേരാണ് ഒരു ചുണ്ടൻ വള്ളത്തിൽ തന്നെ മത്സരത്തിനെത്തുന്നത്. അത്തരത്തിൽ 2000-ലധികം പേര് ചുണ്ടൻ വള്ളത്തിൽ മാത്രം മത്സരിക്കുന്നു. അതിനു പുറമെ മറ്റ് 50 ചെറുവള്ളങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ വരുമ്പോൾ ഏതാണ്ട് 4000-5000 തുഴച്ചിൽക്കാർ മത്സരിക്കുന്ന ഒരു ജലമാമാങ്കമാണ് പുന്നമടയിൽ 30-ാം തീയതി നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രദീപുള്ള. ശരി, സുധീഷ് ഗോപാൽ ഇനി കഷ്ടിച്ച 48 മണിക്കൂർ അവിടെ മത്സരത്തിന്റെ ഓളം ഉണരാനായിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എല്ലാവരുടെ ആശംസകളും കാണുന്നുണ്ട്. പക്ഷെ വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അതിലേക്ക് കടക്കാൻ കഴിയാത്തത്. സന്ദീപ് ജി കുറച്ച് ദിവസമായി എന്നെ ട്രോളുന്നത് ഞാൻ കണ്ടു. അതേ വന്നു. അതുപോലെ തന്നെ RKG, രേഖാജി, TK രവീന്ദ്രൻജി, എല്ലാവരുടെയും ആശംസകൾക്ക് നന്ദി. നമുക്ക് പെട്ടെന്നൊരു ഇടവേളയാണ്. ഇടവേളകൾക്ക് ശേഷം മഴയുടെ വാർത്തകളിലേക്ക് കടക്കാം.